ഹലോ, ഞാനിന്ന് എൻ്റെ ഗസല ടയൻസ് പ്രൂഫിങ്ങിൻ്റെ പ്രാക്ടിക്കലിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആൻഡ് തിയറി എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുക. ആൻഡ് എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു എൻ്റെ പ്രാക്ടിക്കൽ എക്സാം. ആൻഡ് കമ്പയറിറ്റീവ്ലി തിയറി എക്സാമിനേക്കാളും സിമ്പിളായിട്ടാണ് എനിക്ക് പ്രാക്ടിക്കൽ എക്സാം തോന്നിയത്. ലൈക്ക് നമ്മൾ വർക്ക്ഷോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. ആൻഡ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് 4 സ്റ്റേഷൻസ് ഉണ്ടാവും. 4 സ്റ്റേഷനിലും 4 വ്യത്യസ്ത ടാസ്ക്സ് ആയിരിക്കും. ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ഒരു ഉർലൂപ്പ് സ്റ്റിക്ക് ആയിരുന്നു. ഉർലൂപ്പ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ആ കാറായിട്ട് ഒരു ഫാമിലി ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ആ കാർ ചെക്ക് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഈ ഉർലൂപ്പ് സ്റ്റിക്കിൽ ഉണ്ടാവുക. നമ്മളിത് വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇവിടെ അതില്ല. നമ്മളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതണം. നമുക്ക് എന്തൊക്കെ തോന്നുന്നു ഒരു കാറിന് ചെക്ക് ചെയ്യണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് സെക്കൻഡ് എനിക്ക് കിട്ടിയത് ഒരു ടൈമിങ് ചെയിൻ മാറാനായിരുന്നു. നോർമലി ടൈമിങ് ചെയിൻ മാറണ പോലെ അല്ലായിരുന്നു ഇതിൻ്റെ അകത്ത് ടൈമിങ് ചെയിൻ ഊരിയിട്ട് ഒരു സ്ഥലത്ത് വെച്ചേക്കണായിരുന്നു. നോക്കണവല്ലും കോബുൽവല്ലേയും തിരിച്ചു വെച്ചേക്കണായിരുന്നു. ലൈക്ക് ക്യാം ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റും ഒക്കെ വേറെ സൈഡിലോട്ട് തിരിച്ചു വെച്ചേക്കണം, ടെൻഷനറൊക്കെ ഊരി വെച്ചേക്കണ്. പിന്നെ നമുക്ക് അത് നോക്കി ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും, ലൈക്ക് ഒരു എങ്ങനെ ആ എഞ്ചിനിൽ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. ആ ഡോക്യുമെൻ്റ് തന്നിട്ടുണ്ടാവും. ആ ഡോക്യുമെൻറ്റിലുള്ള പോലെ ചെയ്താൽ മതി. ലൈക്ക് നമ്മൾ കയ്യിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, എഞ്ചിനല്ലേ കംപ്ലൈൻ്റ് ആയി പോവില്ല. പിന്നെ എനിക്ക് തേർഡ് സ്റ്റേഷനിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ അതത്ര ബ്രൈറ്റ് ആയിട്ട് കത്തുന്നില്ല. 2 സൈഡിലെയും ബ്രേക്ക് ലൈറ്റ് ബ്രൈറ്റ് ആയിട്ട് കത്തുന്നില്ല. 2 സൈഡിലും ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആയിരുന്നു. ലൈക്ക് പ്രോബ്ലം എന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ആൻഡ് ലാസ്റ്റ് എനിക്ക് കിട്ടിയത് ഒരു ഹ്യുണ്ടായി i30യുടെ ലോ ബീം ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. ലോ ബീം ഓൺ ആക്കുന്ന സമയത്ത് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഓട്ടോ മോഡിൽ ഇടുന്ന സമയത്ത് ലോ ബീം ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. 2 വണ്ടികളിലും എന്താണ് പ്രോബ്ലം എന്ന് ഞാൻ ഡയഗ്നോസ് ചെയ്തു. നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് എഴുതണം. ആൻഡ് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് ഫെയിലർ ഡയഗ്നോസ് ചെയ്തതെന്നും കൂടി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ആർക്കെങ്കിലും ലൈക്ക് എനിക്ക് വന്ന ഫെയിലർ എന്തുകൊണ്ടാണ് ഫെയിലർ വന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്രയുള്ള ഗൈസ് ഗസല പ്രൂഫിങ്ങിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ വി ഫോർ വിക്ടറി, എ ഫോർ ആദർശ്. ബൈ.